ചായ ഇട്ടോണ്ണ. ചായ അല്ല ഒരു കട്ടറള്ള മതി. കട്ടൻ കാപ്പിയാ അണ്ണാ ഒരു മുറിവിടി എന്താണ്? എന്തിനാടാ ഇപ്പൊ മുറിവീടി? അങ്ങനെയല്ലോ ഒന്ന് പുകഞ്ഞിറങ്ങട്ടെ അണ്ണാ. 5 രൂപയും തരും, 25 രൂപയുടെ ലോഡ് കുറക്കും. എന്നിട്ടാണ് സംസാരിക്കണം. അമേരിക്കയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് അറിയണം. നിങ്ങൾ ഈ 4ാം ക്ലാസ് കുസ്തിയായിട്ട് എന്ത് ഇംഗ്ലീഷ് അറിയാൻ നിങ്ങൾക്ക്? Mr. Ashin, my son, I know English. You know English. English was a world supermarket and world royal residency. അതെവിടെ? എന്ത്? നിങ്ങൾ ഉപയോഗിച്ച കഞ്ചാവിന്റെ ബാക്കി? ഇവിടുത്തെ ഏതോ ഒരു സ്റ്റാഫ് ഒരു MLA പാതിരാത്രി വിളിച്ച് പ്രാങ്ക് ചെയ്തത്. ഏത് MLA? പാതിരാത്രി വിളിച്ചുണർത്തിയിട്ട് ആരെയാണ് നീ എന്താ കളിക്കുന്നതാ? ഓ അത് എന്തോ ഇന്നാ മെൻഡോസ് ചേർത്ത് തിന്നോട്ടെണ്ണ. അത് മെൻഡോസ് അല്ലടേ, പാറ്റാഗുളിയാണ്. അതുകൊണ്ട് തിന്നാളാ നീ? തിന്നില്ല, ചെറുതായിട്ടൊന്ന് നക്കി. അയ്യോ, ഇവൻ ബാത്റൂമിൽ മരിച്ചു വീഴുമെന്ന് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ജലദോഷം, ഒന്ന് മൂക്ക് ചീറ്റി കൊടുത്തേ. വീണ്ടും വിവരക്കേട് കാണിക്കല്ലേ സുഹൃത്തെ. ഒരു തൂവാലെടുത്ത് ചീറ്റിയാലുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. നിറവയറായി നിൽക്കുന്ന ഭാര്യയുടെ വയറിൽ ഇങ്ങനെ ചെവി നിർവൃതി ഇങ്ങനെ അനന്തതയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ഈ ചേട്ടൻ പോസ്റ്റ് ചെയ്തു, ജോമൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ക്യാമറ എടുത്ത് നോക്കിയപ്പോ ഈ നാളികേരല്ലേ ഇത് വിളഞ്ഞോ അതോ കരിക്കണോ എങ്ങനെ പറയാൻ വേണ്ടി കുലിക്കുന്നു. ഈ ഒരു ഭാവത്തിൽ നിൽക്കണ ചേട്ടൻ. ഇല്ലണ്ണ, ഇതുവരെ വീണിട്ടില്ല. ഇപ്പൊ പെട്രോളും ഡീസലും ഒക്കെ എന്നാ വലിയ എങ്ങനെ കൂടായിരിക്കും. കൊണ്ടുവച്ചാ അപ്പൊ തന്നെ വാങ്ങിക്കാൻ വരും കുറെ എണ്ണം. കണ്ടോ, അളിയൻ ഗൾഫിൽ നിന്ന് വന്നു. ഈ വെട്ടിപ്പെട്ടി പോകുന്ന 3 എണ്ണത്തിനകത്ത് ഏതാ അതിന്റെ അളിയൻ? ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടു തന്ന വാച്ചാണെന്നിത്. ഇത് ഓടുവോ? ഓടായിരിക്കാനാ കയ്യെ കെട്ടിയിട്ടേക്ക്. എങ്ങനെ ഇരിക്കണം? നേരെ ഇരിക്കണം. ഈ അമ്മായി കാണുന്ന സീരിയലിന്റെ കഥയും PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഒരുപോലെയാണ്. ഒരു ഭാര്യ ഭർത്താവ്, അവർക്ക് തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞ്, ഭർത്താവിന് വേറൊരു കാമുകി, ഭാര്യക്ക് വേറൊരു കാമുകൻ, അവർ തമ്മിൽ ഏട്ടത്തിനെത്തി മക്കൾ. അങ്ങനെയാണെങ്കിൽ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞും വീട്ടിലെ കാര്യസ്ഥനും തമ്മിൽ ബന്ധം എന്താണ്? എന്റെ ഭാര്യയുടെ ബർത്ത്ഡേ, അപ്പൊ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് ഒരു വലിയ കാർ വാങ്ങിച്ചു കൊടുക്കുന്നു. പ്രതീക്ഷിക്കാതെ കാണുമ്പോ അവള് ഞെട്ടും. സർപ്രൈസാ. എന്നിട്ട് ഭാര്യ അറിഞ്ഞോ? ഞാനോ കാര്യം വിട്ടുപോയി. കൊടുകൈ പ്രശ്നം എന്നാന്നോ ലോഡ്ജിന്റെ പേര്? എടോ PR സനം ലോഡ്ജ്, ഹിന്ദിക്കാരന്റെ. അതുകൊണ്ട് അങ്ങനെ ഇട്ടേക്കുന്നത്. കണ്ണൊന്നും കാണുക. നോക്ക് കണ്ടാ? ഓ അങ്ങനെ ആയിരുന്നു. അറിഞ്ഞോ മന്ത്രി? അറിഞ്ഞു. അയ്യോ അങ്ങനെ പറയല്ലേ. അറിഞ്ഞില്ല മഹാരാജൻ എന്ന് വേണം പറയാൻ. അറിഞ്ഞില്ല നീ അണിയണ്ട. അതെന്തൊരു ചൊറിഞ്ഞ വർത്തമാനോ പറഞ്ഞു പറയിപ്പിച്ചിട്ട് ബാക്കി ഇടിഞ്ഞോട് പറയാൻ. നമ്മളുടെ എടാ നിന്നോട് തന്നെ പറഞ്ഞത് തള്ളിപ്പിടി ചേർക്ക. മൈ ന്യൂ ബ്രാൻഡ്. ഡബിൾ വേണോ സിംഗിൾ വേണോ? താറാവാണെങ്കിൽ ഡബിൾ എടുത്തോ, കോഴിയാണെങ്കിൽ സിംഗിൾ മതി. കഴിയാൻ വന്നതാണോ അതോ കഴിക്കാൻ വന്നതാണോ? ഞാൻ കഴിയാൻ വന്നതാ. AC വേണോ? അയ്യോ AC വേണ്ട. AC എന്ന് പറഞ്ഞാലേ പറഞ്ഞാൽ തണുക്കത്തില്ല, സ്വിച്ച് ഇടണം. അങ്ങനല്ല. നീ ആ വണ്ടി കൊണ്ട് മറത്തിട്ടല്ലടാ. അണ്ണാ സംഭവം അറിയോ? കഴിഞ്ഞ നമ്മുടെ കണ്ടത്തിലെ വഴി കൂടെ ഞാൻ വണ്ടി ഓടിച്ചിട്ട് പോവായിരുന്നു. എന്നിട്ട് ഇതേ വന്ന വണ്ടിയായിട്ട് എന്റെ വണ്ടി ഒന്ന് മുട്ടി. അല്ല വണ്ടി ഞാനിവിടെ കണ്ടെത്തി. ഈ പെട്രോൾ എങ്ങനെ ഉണ്ടാക്കുന്നത്? അത് സിമ്പിൾ അല്ലേ? ആദ്യമേ നമ്മൾ ചിക്കൻ കുനുകുനാന്ന് എഴുതിട്ട് മൈദയിലിട്ട് മൂടണം. എന്നിട്ട് ഒരു ചട്ടിക്കകത്ത് എണ്ണ ഇട്ട്. ഇയാൾ എന്തോ ഉദ്ദേശിച്ചേ? പെട്രോൾ എങ്ങനെ ഉണ്ടാക്കുന്നില്ല? അയ്യോ, പെട്രോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാ ചോദിച്ചേ. അത് വിടും. എനിക്കങ്ങനെ വലിയ സെറ്റപ്പ് ഒന്നും വേണ്ട. എനിക്ക് എവിടെയും ചുരുണ്ട് കൂടി ഒന്ന് കിടക്കണം, അത്രേ ഉള്ളൂ. ചുരുണ്ട് കൂടി കിടന്നാ മതിയോ? ഓ പട്ടിക്കൂട്ടിലോട്ട് പോയി കിട. അങ്ങനെ